എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പ്രമുഖ മാധ്യമത്തിൽ ഇന്ന് വന്ന ഒരു വാർത്തയെ പറ്റിയിട്ട് സംസാരിക്കാം. കത്തുകൾ വിതരണം ചെയ്യാൻ ആളിൽ നിന്നായിരുന്നു ഡൽഹി തപാൽ വകുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. ദീർഘകാലമായി 1500 സ്ഥിരം തസ്തികകൾ ഒഴിഞ്ഞുകിടന്നു. എന്നാൽ കേരളം ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ പ്രശ്നം മറ്റൊന്നായിരുന്നു. ഗ്രാമീൺ ഡാക് സേവക് GDS തസ്തികയിൽ നിന്നും പോസ്റ്റ് വുമൺ അല്ലെങ്കിൽ പോസ്റ്റ് മാസ്റ്ററിനായി സ്ഥിര നിയമനത്തിന് വകുപ്പുതല പരീക്ഷ എഴുതി ലിസ്റ്റിൽ പേരുള്ളവരെ നിയമിക്കാൻ ഒഴിവുകളില്ല. അതിനാൽ ലിസ്റ്റ് അസാധുവാകുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ 2022-2023 വർഷങ്ങളിൽ LDCE പാസ്സായവരിൽ നിന്ന് സന്നദ്ധരായവരെ തിരഞ്ഞെടുത്ത് ഡൽഹിയിലെ ഒഴിവുകളിൽ നികത്താൻ തപാൽ വകുപ്പ് തീരുമാനിച്ചത് കഴിഞ്ഞ വർഷമാണ്. പോസ്റ്റ്മാൻ, പോസ്റ്റ് വുമൺ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികകളിൽ 3000ഓളം ഒഴിവുകളിലേക്കായി അപേക്ഷ ക്ഷണിച്ചു. കേരളം, തെലങ്കാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പേർ സന്നദ്ധത അറിയിച്ചത്. നിയമനം ലഭിച്ചതിലെ ആദ്യ ബാച്ച് കഴിഞ്ഞ ഡിസംബറിൽ ഡൽഹിയിൽ ചുമതലയേറ്റു. MDS, പോസ്റ്റ്മാൻ, പോസ്റ്റ് വുമൺ തസ്തികകളിലേക്കുള്ള 2023-2024 വർഷത്തെ ലിസ്റ്റുകളും ഉടൻ തന്നെ പുറത്തിറങ്ങും. ഈ ലിസ്റ്റുകളിലും ഭൂരിഭാഗവും മലയാളികളാകാനാണ് സാധ്യത. ബലത്തിൽ 3000 ഒഴിവുകളും നികത്തും വരെ നിയമന നടപടികൾ തുടരും. മലയാളികളുടെ വരവും. തപാൽ വകുപ്പിൽ ഇതാദ്യമായാണ് ഇത്രയേറെ മലയാളികൾ ഒരുമിച്ച് ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് നിയമിക്കപ്പെടുന്നത്. 17 വർഷത്തോളം GDS ആയി ജോലി ചെയ്തിരുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. 25-നും 50-നും മധ്യേ പ്രായമുള്ളവർ. കേരളത്തിൽ നിന്ന് എത്തിയവരിൽ 70% പേർക്കും ഹിന്ദി അറിയാം. 10ാം ക്ലാസ് യോഗ്യതയുള്ള ജോലിയാണെങ്കിലും ഭൂരിഭാഗം പേരും B.Ed, BA, BSc നഴ്സിംഗ് തുടങ്ങി പല യോഗ്യതകളും നേടിയവർ ഉൾപ്പെടുന്നതാണ് ഡൽഹിയിലെ ഈ മലയാളി കൂട്ടം.